ഈ അമേരിക്കൻ ടാരിഫുമായി ബന്ധപ്പെട്ട് 25% യൂറോപ്യൻ കാർ മേക്കേഴ്സിന്റെ മുമ്പിൽ ടാരിഫ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തു. നിങ്ങൾക്കറിയാമത് എന്താണ് യൂറോപ്പിലുണ്ടാക്കുന്ന എക്കോണമിക് ഇമ്പാക്റ്റ്, എത്ര ലക്ഷം പേർക്ക് ജോലി ഡയറക്റ്റ് പോയി, ഇൻഡയറക്റ്റ് ഞാൻ പറഞ്ഞില്ല. അത് എക്കോണമി എങ്ങനെ ബാധിക്കും, അവിടുത്തെ ലൈഫ്, അവിടെ ജീവിക്കുന്നവരെ എങ്ങനെ ബാധിക്കും, റിസഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്നും ഞാനത് പറഞ്ഞു വെച്ച് ഡാറ്റ വെച്ച്. അപ്പം അതിൻ്റെ അടിയിൽ വന്ന് അവിടെ താമസിക്കുന്നവരും മറ്റേ ആൾക്കാരൊക്കെ കമൻറ്റുകൾ വിടുമ്പോൾ എനിക്ക് മനസ്സിലാവും, നിങ്ങൾ ആദ്യം കേൾക്കുക. കാരണം നിങ്ങൾക്ക് ഈ അമേരിക്കൻ ടാരിഫിനെ പറ്റി, ഗ്ലോബൽ എക്കോണമിയെ പറ്റി ഒരു കോപ്പ് അറിയത്തില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്തുവാണ് ഇത് പറഞ്ഞത്. അതായത് വാർത്ത വായിക്കും, വാർത്ത പറയുമ്പോഴും ന്യൂസ് അനാലിസിസിന് ഇൻ ബിറ്റ്വീൻ അതിനകത്തൊരു ഘടകമുണ്ട്. അത് ആദ്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളെ ഞാൻ ചെറുതായിട്ട് കാണുമല്ല, കാരണം ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇതേപോലെയുള്ള സംഭവം കേൾക്കുന്നത്. ആദ്യം നിങ്ങൾ അമേരിക്കൻ ടാരിഫിനെ പറ്റി പഠിക്കുകയോ വായിക്കുകയോ മനസ്സിലാക്കുക. പല ആൾക്കാരും പറഞ്ഞു ബെൻസിന് അമേരിക്കയിൽ പ്ലാന്റ് ഉണ്ട്, പിന്നെ ടാരിഫ് ബാധകമല്ല. ഫോക്സ് വാഗൺ അവർക്ക് അമേരിക്കയിൽ പ്ലാന്റ് ഉണ്ട്, അത് ബാധകമല്ല. വോൾവോയ്ക്ക് പ്ലാന്റ് ഉണ്ട്, അവർക്ക് ബാധകമല്ല. ബേസിക്കലി എന്തു അമേരിക്കൻ ടാരിഫ് എന്ന് പറയാം, നിങ്ങൾക്കറിയാം എന്തു മൈനാന്നറിയത്, എന്തു പറഞ്ഞേക്കുന്നത്. സിമ്പിളായിട്ട് പറയാം. ആദ്യം ഈ ടാരിഫ് കാറിന്റെ മുകളിലുള്ള ടാരിഫിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്തു. എന്തോ അതിൽ പറയുന്നതെന്നറിയോ, ഏത് സ്റ്റീൽ പ്രോഡക്റ്റും അമേരിക്കയിൽ വരാൻ 25% ടാരിഫ് ആദ്യം തലയിലിടുക. അതായത് സ്റ്റീൽ പ്രോഡക്റ്റോ അമേരിക്കയിൽ കയറുന്നതിന് ഈ രാജ്യങ്ങളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിനോ കയറുന്നതിന് 25% ടാരിഫ് ഇട്ടു. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റേജ് കുറച്ച് കഴിഞ്ഞിട്ട് കാറിന്റെ മേളിൽ ടാരിഫ് ഇട്ടു. ഓട്ടോമേക്കേഴ്സ് മനസ്സിലാക്കേണ്ടത്, ഈ പ്ലാന്റുകൾ അമേരിക്കയിലുള്ള ബെൻസിന്റെ, ഫോക്സ് വാഗന്റെ, അതേപോലെ വോൾവോയുടെ ഒക്കെ പ്ലാന്റുകളിൽ അവിടെ മേജറായിട്ട് കിടക്കുന്ന അസംബ്ലിംഗ് ആണ്. അതിൻ്റെ ഹൈ എൻഡ് കാറ്, അതിന് വലിയൊരു ശതമാനം ഹൈ എൻഡ് കാറുകൾ താഴെ ഇതിൻ്റെ വിൽപ്പനയാണ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതിൻ്റെ ഏകദേശം 70% യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന് അമേരിക്ക അത് ഫിറ്റ് ചെയ്യുക. അതിൻ്റെ മേളിലാണ് ആദ്യത്തെ സ്റ്റീൽ പ്രോഡക്റ്റിന്റെ മേളിൽ ടാരിഫ് ഇട്ടിരിക്കുന്നത്. പിന്നെ അവിടെ പ്ലാന്റ് റൺ ചെയ്തിട്ട് കാര്യമുണ്ട്. അതാ പറയും, ഇൻ ബിറ്റ്വീൻ ലൈൻ. ഞാൻ മിടുക്കനായതുകൊണ്ട് പറയുമല്ല, കാരണം ഞാൻ ഈ പ്രൊഫഷനിൽ നിൽക്കുന്നവരാണ്. നിങ്ങൾ ചിലപ്പോൾ ജർമ്മൻ എക്സ്പേർട്ട് ആയിരിക്കും, യൂറോപ്യൻ എക്സ്പേർട്ട് ആയിരിക്കും, എക്കോണമി അറിയാം, പക്ഷെ ഈ പുല്ലിനെ പറ്റി നിങ്ങൾ വായിച്ചിട്ടില്ല, ഇതിനെപ്പറ്റി അറിയത്തില്ല. അങ്ങ് കമന്റ് ഇടുക, നോൺസെൻസ്. ആദ്യം നോക്ക്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്ക്. ആദ്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ടാരിഫ് എത്ര? 25% സ്റ്റീൽ പ്രോഡക്റ്റ്. ഏതിനെയൊക്കെയാണ് ബാധിച്ചേക്കുന്നത്? മെക്സിക്കോ, ഈ പറയുന്ന പല രാജ്യങ്ങളിലും സ്റ്റീൽ പ്രോഡക്റ്റ്, സ്റ്റീൽ റോഡ്, പ്രോഡക്റ്റ് സ്റ്റീൽ വെച്ചുണ്ടാക്കുന്നത്. കാരണം ഇഞ്ചിനും ഇതൊക്കെ സ്റ്റീൽ വെച്ചുണ്ടാക്കുന്നത്. അതിൻ്റെ മുകളിൽ ഡയറക്റ്റ് ടാരിഫാണ് 25%. അത് കഴിഞ്ഞ് കാറിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ എത്ര % ഈ കമ്പനികൾക്കൊക്കെ പ്ലാൻ ഉണ്ട്. ഈ ജാപ്പനീസ് കമ്പനി, അവർക്ക് ഈ പറയുന്ന എല്ലാവർക്കും അവിടെ പ്ലാന്റ് ഉണ്ട്, അമേരിക്ക പ്ലാന്റ് ഉണ്ട്. അവരെയും ബാധിക്കാൻ പോവുക സീരിയസാണ്. കാരണം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് ജപ്പാനില്ല. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് മേജറായിട്ട് അവിടെ ചില ഭാഗങ്ങളൊക്കെ എടുത്ത് ഇത് അസംബിൾ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സംഭവം. ബോധത്തോട് മനസ്സിലാക്കുക. സിമ്പിളായിട്ടൊരു വാർത്ത കാണുമ്പോൾ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്ക്. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിൻ്റെ ഭാഗമായിട്ട് ജോലി പോകും. ഇത് ജോലി പോകണമെന്ന് എനിക്ക് താല്പര്യമൊന്നുമില്ല, പക്ഷെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. കാരണം എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്തു. ഇതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പേടിച്ചിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. കാരണം ഈ കമ്പനികൾക്കൊക്കെ അവിടെ പ്ലാന്റ് ഉണ്ട്, പിന്നെ അവരെന്തിനാ പേടിക്കുന്നത്? സിമ്പിൾ. പിന്നെ ഇതിനെ ഈ രാജ്യങ്ങൾ, ഫ്രാൻസും ജർമ്മനിയും UK-യും ടാരിഫിനെ ഭയക്കുന്നതിൻ്റെ കാര്യം എന്താ? യൂറോപ്യൻ രാജ്യങ്ങൾ. കാരണം അവർക്കിതിൻ്റെ യഥാർത്ഥം പിടികിട്ടി. അപ്പം നിങ്ങളുടെ ധാരണ നിങ്ങളെക്കാളും വളരെ മോശമാണ് ഈ രാജ്യങ്ങളൊക്കെ. അവർ എക്കണോമിസ്റ്റ് മോശങ്ങളാണ്. അതായത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് തോട്ട്സ്,
അതായത് ന്യൂസിൻ്റെ ഡെലിവറി ആ സംഭവത്തെ പറ്റി നിങ്ങൾ കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അതായത് സീക്വൻസ് വെച്ച് പഠിക്കണം. എന്നിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ഞാൻ മിടുക്കനായിട്ട് പറയുമല്ലേ, കാരണം നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഞാനൊന്നുമല്ല. പക്ഷെ ഞാനിത് ഫോളോ ചെയ്യുന്നത് എവിടെ നിന്നാണ് എങ്ങോട്ട് പോകുന്നു, അവിടെ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ്, എത്രമാത്രം ജോബ് ലോസ് ആകും. നിങ്ങൾ ഞാനൊരു സുപ്രഭാതത്തിൽ ഇരുന്ന് ഒരു പത്രം വായിച്ച് ചെയ്യുന്നൊന്നുമല്ല. ഇത് വ്യക്തമായിട്ട് പല സ്റ്റഡീസൊക്കെ നടത്തി അനാലിസിസ് ചെയ്ത് പല ആൾക്കാരോടും ചോദിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഓരോ കണ്ടന്റും. അതുകൊണ്ടാണ് ഇത് നാളെ ഞാൻ ക്ഷമ ചോദിക്കാൻ പോകാത്തേ. നിങ്ങളിത് ചലഞ്ച് ചെയ്ത് നിങ്ങൾ ഏറ്റെടുക്കുക, നിങ്ങൾ സ്റ്റഡി ചെയ്യുക. ഇത് നിങ്ങളിത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ന്യൂസ് എന്തുവാണെന്നും അതിൻ്റെ അനാലിസിസ് എന്താണെന്നും അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ അവിടെ പ്ലാന്റ് ഉണ്ടായിട്ട് പ്രശ്നമല്ല. ഇവിടെ ട്രംപ് വളരെ കണക്ക് കൂട്ടിയാണ് ഈ 25% ടാരിഫ് സ്റ്റീലിൽ ആദ്യം അടിച്ചത്. ഇന്ത്യൻ കമ്പനികളെ ബാധിച്ചു. ഞാൻ ആദ്യമായിട്ട് ഈ ടാരിഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എങ്ങനെ ബാധിക്കും എന്ന് ഞാൻ ആദ്യം വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ഇതേ ഭൂഗോള കമന്റുകൾ വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഇഷ്യൂ ഉണ്ടാകും ഇന്ത്യയുടെ എക്കോണമി ഡീപ്പായിട്ട് കയറി മാറി. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ണർ അമേരിക്കയാണ്. ഇവിടെ IT ആണ്, എല്ലാ സെക്ടറിലും. നിങ്ങളെല്ലാപ്പോഴും ഇതൊന്നും ഇന്ത്യയെ ബാധിക്കത്തില്ല. ഇനി ഇന്ത്യയിലെ ടോക്സ് മുഴുവൻ ഡിബേറ്റ് ഇതുമായി. ഇന്ത്യൻ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ അവിടെ പോയി സംസാരിക്കുന്നു. നീണ്ട 1.5 ആഴ്ചയാണ് അവിടെ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിപ്പോൾ അമേരിക്കയിൽ നിന്ന് ഏകദേശം 5ഓളം പേര് ഇന്ത്യ വന്നിട്ടുണ്ട്, ട്രേഡ് സെക്രട്ടറി ഒക്കെ ഉൾപ്പെടെ. ഇപ്പം ഏകദേശം ഇന്ത്യ ഗവൺമെന്റ് 23% ഇത് അമേരിക്കൻ സാധനങ്ങളിൽ ടാക്സ് കുറയ്ക്കാൻ തയ്യാറായി. എന്നിട്ടും അമേരിക്ക അംഗീകരിച്ചിട്ട് റെസിപ്രോക്കൽ ടാക്സ് ഇങ്ങനെ വാളായിട്ട് നിൽക്കുകയാണോ ഏപ്രിൽ 1 മുതൽ. ചിലപ്പോൾ വീണ്ടും നീട്ടി നൽകും, വീണ്ടും ഡിസ്കഷന് വേണ്ടി. കാരണം ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കും ശരിക്കും ഇത് സംഭവം. നമ്മുടെ എക്സ്പോർട്ടിനെ മാത്രമൊന്നുമല്ല, നമ്മുടെ എംപ്ലോയ്മെന്റ് അതായത് ജോബ് ഭയങ്കരമായിട്ട് അടിച്ച് തീരും. ഇന്ത്യയുടെ എക്കോണമിയെ ബാധിക്കും, സാധാരണക്കാരനെ ഉൾപ്പെടെ എല്ലാവരെയും കയറി ബാധിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയി. ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് മനസ്സിലായി ഇത് ബാധിക്കുന്ന ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് ഹൈ ലെവൽ ടോക്സും അതും ഇതും ഒക്കെ നടത്തിയിട്ട് ഈ ബ്യൂറോക്രസിയെ ഒരുവിധം ഒഴിവാക്കിയിട്ട് എക്സ്പേർട്ടുകളെ വെച്ചാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ. കാരണം മോദി ശരിക്കും ഗുജറാത്തി ബിസിനസ് എന്തുവാന്ന് അറിയുക, ഇന്ത്യയുടെ ഫ്യൂച്ചർ അറിയുക. കാരണം ഇത് ബാധിക്കരുത്. ബാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പൂർണ്ണമായിട്ട് ഇത് ബാധിക്കും. കാരണം ഹെവി ജോബ് ലോസ് ഉണ്ടാകും. ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യൻ ബാങ്കിങ് എത്ര ഇഷ്യൂ ഉണ്ടാകും, അത് ബാങ്ക് വരെ ക്രാഷായി പോയി ഇത് വന്നു കഴിഞ്ഞാൽ. ഇപ്പം എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിലുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. കാരണം ലോകത്തിലെ ഏറ്റവും അമേരിക്കൻ പ്രോഡക്റ്റിന് ടാക്സ് ഉള്ള ഇന്ത്യയിലാണ്. അത് ഞങ്ങൾ മാറ്റും. അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാകും. ഇന്ത്യയുടെ പ്രോഡക്റ്റ് ഞങ്ങൾ വാങ്ങുന്നുണ്ട്. ഞങ്ങൾ ഇന്ത്യയെ സഹായിക്കുന്നു, തിരിച്ച് ഞങ്ങളെ സഹായിക്കണം. അതിന് പ്രാധാന്യം കയറി. അതായത് ഓരോ പോയിന്റുകൾ പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. കാരണം ഞാൻ വിടുവാത്തരം പറയുന്ന ആളൊന്നുമല്ല. ഓരോ കാര്യങ്ങളും കാരണം ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ് ഈ കാര്യത്തിൽ. എന്തോ ഉണ്ടാകും, അവിടെ ഉണ്ടാകും, ഇവിടെ ഉണ്ടാകും. അതിൻ്റെ റേഷ്യോ എങ്ങനെ, പെർസെൻറ്റേജ് എങ്ങനെ, അതെങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ ബാധിക്കും. ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് പല ആൾക്കാർ റിസർച്ച് ചെയ്തിട്ട് തരുന്ന ഇൻപുട്സാണ്. അതിനെ മുഴുവൻ സ്റ്റഡി ചെയ്തിട്ട് ഞാൻ ഓരോ വീഡിയോ ഉണ്ടാക്കുന്നത്. അത് വെറുതെ വിടുവാത്തരം പറയുമല്ലോ. കാരണം എനിക്കറിയാം ടോപ്പിക് വളരെ സെൻസിറ്റീവാണ്. കാരണം അങ്ങനെയുള്ളവരത് വായിക്കുകയും കാണുകയും ചെയ്യുന്നത്. അത് ബോധത്തോടും നോക്കുക. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെട്ടെന്ന് കണ്ടിട്ട് രാവിലെ ഒരു നോവൽ വായിക്കും, പെട്ടെന്നൊരു ഹെഡ്ലൈൻ വാർത്ത വായിക്കുന്ന പോലെയല്ലേ ഇത്. ഈ പറഞ്ഞു എന്തുവാണ് ഈ പോയിന്റ്, അമേരിക്കൻ ടാരിഫ് എന്താ, എങ്ങനെയാണ് യൂറോപ്പിൻ്റെ റെസിപ്രോക്കൽ, എന്തുകൊണ്ടാണ് ഒരു പേടിക്കുന്നത്, അവരുടെ ട്രേഡിനെ എങ്ങനെ ബാധിക്കും, ട്രേഡ് വാർ എങ്ങനെ ഇഷ്യൂ ആകും. കാനഡയുടെ എലക്ഷൻ വരെ ഉണ്ടായി. മെക്സിക്കോ പേടിച്ചിരിക്കുക, ലോകരാജ്യങ്ങൾ പേടിച്ചിരിക്കുകയാണ് ടാരിഫിൽ. ചൈന വലിയ സൂപ്പർ പവർ ഭയന്നിരിക്കുകയുണ്ട്. എന്ത് ചെയ്യും ഒന്നും അറിയത്തില്ല. ഇതാണ് ആ ഇഷ്യൂ. അപ്പം ഡീപ്പായിട്ട് പഠിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളെ മോശമായിട്ട് പറഞ്ഞതല്ല. കാരണം നിങ്ങൾ ഈ പെട്ടെന്ന് കയറി നിങ്ങൾ അങ്ങനല്ല. ഇത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുക. എപ്പോഴേ ഇതിൻ്റെ യഥാർത്ഥ മുഖം, യഥാർത്ഥ ഇഷ്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ
വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്, അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, 1 രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. അപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.